പിന്നീട് ഒരു നെടുവീർപ്പോടെ അവർ അകത്തേക്ക് കയറിപ്പോയി. വിളക്ക് വെച്ചതിനുശേഷം ശ്യാമള നാമജപവുമായി പൂജാമുറിയിലായിരുന്നു. അതേസമയം ഇരുട്ടുവീഴുന്ന ഉമ്മറത്ത് ഹരിദാസൻ മാഷ് തന്റെ പഴയ ചങ്ങാതിയായിരുന്ന വേണുവിനോട് കാര്യമായ ചർച്ചയിലുമായിരുന്നു. എന്നാൽ ഞാൻ പോയിട്ട് വരാം ദാസ. കാശിമോനെയും അവന്റെ കൊച്ചിനെയും കാണണമെന്നുണ്ടായിരുന്നു. ഇനി പിന്നൊരിക്കലാവാം അവൻ എന്നാ മംഗലാപുരത്തേക്ക് തിരിച്ചു പോകുന്നത്. മുറ്റത്തേക്ക് ഇറങ്ങിയ വേണു ഒന്നു തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. അവന് 7 ദിവസത്തെ ലീവ് ഉള്ളൂ എന്നാ പറഞ്ഞത്. ഹരിദാസൻ മാഷ് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെയാവട്ടെ. വേണു യാത്ര പറഞ്ഞ് ഇറങ്ങി തന്റെ നിർത്തിയിട്ടിരിക്കുന്ന കാറുമെടുത്ത് ആ തറവാട് പിന്നിട്ട് പോകുമ്പോൾ വണ്ടിയുടെ വെളിച്ചത്തിൽ പഴക്കം ചെന്ന മതിൽക്കെട്ടിലെ കൊത്തിവെച്ച ആ അക്ഷരങ്ങൾ ദൃശ്യമായി. മേപ്പത്തൂർ വീട്. വീടിന്റെ മുൻവശത്തേക്ക് മുൾവേലി ആയിരുന്നെങ്കിലും വലതുവശത്തായി വലിയ വണ്ടികൾക്ക് വന്നുപോവാൻ മതിൽ കെട്ടിയിറപ്പിച്ച ഒരു സൗകര്യമുണ്ട്. അതുവഴിയാണ് വേണുവിന്റെ കാറ് പോയിമറഞ്ഞത്. നേരം ഒന്നുകൂടെ ഇരുട്ടി വന്നിരുന്ന സമയത്താണ് കാശിയും യശോദയും വന്നിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഹരിദാസൻ മാഷ് അല്പം ഗൗരവത്തിലായിരുന്നു. അത് മനസ്സിലാക്കിയത് കൊണ്ട് പരിഭ്രമപ്പെട്ട് നിൽക്കുന്ന യശോദയെ നോക്കി കാശി ഒന്നുമില്ല എന്ന മട്ടിൽ കണ്ണിറുക്കി.